മോശം അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അത്തരത്തിലുള്ള തീവ്രമായ മോശം അനുഭവങ്ങളിലേക്ക് പോകാൻ ഞാനോ എൻ്റെ കുടുംബമോ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ എങ്കിലും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഞാനൊരു 14-15 വയസ്സുള്ള സമയത്താണ് കലാരംഗത്തേക്ക് വരുന്നത്. ആ സമയത്ത് എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക്. കാരണം എല്ലാവർക്കും പഠിക്കുക, ഒരു ജോലി വാങ്ങിക്കുക എന്നുള്ളതിനപ്പുറത്തേക്കൊരു ഞാനൊരു കലാകാരി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ എന്നോ ഒരു റെയറസ്റ്റ് ഓഫ് ദ റെയർ ഡ്രീംസിൽ പോലും ഒരുപക്ഷെ അവർ സങ്കല്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഒരു പ്രത്യേക സ്റ്റേജ് എത്തുമ്പോൾ എനിക്കൊന്നു ഒരു ആർട്ട് മനസ്സിലുള്ളവർക്ക് അറിയാം, നമുക്ക് ഒരുപാട് കാലം നമ്മുടെ മനസ്സിലുള്ള കലയെ അടക്കി പിടിച്ചിരുത്തി വെക്കാൻ പറ്റത്തില്ല. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അതൊരു ഫ്രസ്ട്രേഷനായിട്ട് മാറും, അത് മറ്റ് മാനസികാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ വീട്ടിൽ തന്നെ അവരെല്ലാവരും റിയലൈസ് ചെയ്തു അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ടാലൻ്റ് ഒരിക്കലും സപ്രസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ കലാരംഗത്തേക്ക് വരുന്നതും. വന്ന സമയത്ത് ഞാനൊരു ടെലിഫിലിം ചെയ്തിരുന്നു. ആ ടെലിഫിലിം മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു സംവിധായകനാണ് ഡയറക്റ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ടെലിഫിലിമിൽ ഞാൻ അഭിനയിച്ചു. അത് നായിക കഥാപാത്രമാണ്. രാവിലെ വീട്ടിൽ നിന്ന് പോകും, തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് ഷൂട്ട്, വൈകിട്ട് വീട്ടിലെത്തും. ഒരു നൈറ്റ് സ്റ്റേ എന്ന് പറയുന്നൊരു സംഭവം അതിനകത്തില്ല. അങ്ങനെ അത് ചെയ്തൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു നായിക, അന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നായികമാരിൽ ഒരാൾ, തമിഴിലൊക്കെ അഭിനയിക്കുന്ന ഒരു സാഹചര്യം. ആ സമയത്താണ് ഞാനിത് ചെയ്യുന്നതും എൻ്റെ എൻട്രിയും. അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തോട് നമ്മൾ കാഷ്വലി ഫോണിൽ സംസാരിക്കുമല്ലോ, സാർ എങ്ങനെയായിരുന്നു ഇത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ടെലിഫിലിമിൻ്റെ ഒക്കെ വന്നത് എന്ന് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അശാസ്യമായിട്ടുള്ളതല്ലാത്ത രീതിയിലുള്ള ഒരു സംസാരം, അതൊട്ടും ഡയറക്റ്റൊന്നുമല്ല, നമുക്ക് വേണ്ടതൊന്നും തരില്ലല്ലോ എന്ന ഭാഷ. അതായത് അതിനകത്ത് തന്നെ അതിൻ്റെ എല്ലാ ധ്വനിയുമുണ്ട്. എനിക്ക് I was 15 years old. ഞാൻ 10th പഠിക്കുന്ന സമയമാണ്. 10th ആണെന്നാണ്, അത് 9ാം ക്ലാസ് കഴിഞ്ഞ് 10ലേക്ക് കടക്കുമോ ആ ഒരു ഫേസിലാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഞാൻ ചോദിച്ചു, സാറിന് എന്താ വീട്ടിൽ ഭാര്യയില്ലേന്ന്. എന്തുകൊണ്ടാണ് ഞാൻ അപ്പം അത് ചോദിച്ചതെന്ന് എനിക്കറിയില്ല. എൻ്റെ വായിൽ അപ്പോൾ അത് വന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ എൻ്റെ വീട്ടിൽ വളരെ മുമ്പ് ഞാൻ കലാരംഗത്തേക്ക് വരുന്നതിനെ എതിർത്ത സമയത്ത് ഇവരെല്ലാം കുറേ കാരണങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ആ കാരണങ്ങൾ എൻ്റെ മനസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ കിടന്നതുകൊണ്ടായിരിക്കാം ഇൻസ്റ്റൻറ്റ് റെസ്പോൺസായിട്ട് എനിക്ക് ഇങ്ങനെയാണ് ചോദിക്കാൻ തോന്നിയത്. അത് ഫോണിലായിരുന്നു, അത് അവിടെ വെച്ച് കഴിഞ്ഞു.